CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇത്തവണത്തെ പ്രീ സീസൺ ഒരു ചേഞ്ച് ആക്കി പിടിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വരാൻ പോകുന്ന സീസണിലേക്ക് തയ്യാറെടുക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് FC ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്നും പുതിയ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ISL സീസൺ തുടങ്ങുന്നതിന് മുമ്പായി പുതിയ താരങ്ങളെ ടീമിലേക്ക് എത്തിച്ചുകൊണ്ട് പ്രീ സീസൺ തയ്യാറെടുപ്പുകൾ ഗംഭീരമായി നടത്താറാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പദ്ധതികളൊക്കെ. പ്രീ സീസൺ പരിശീലനം ഇത്തവണ പതിവിനു വിപരീതമായി കൊണ്ട് ഇന്ത്യയിൽ വെച്ചായിരിക്കും നടത്തുക എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മുൻപ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് പ്രീ സീസൺ പരിശീലനം സംഘടിപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് FC ഇവിടെയുള്ള ക്ലബ്ബുകളുമായി പ്രീ സീസൺ സൗഹൃദ മത്സരങ്ങൾ സംഘടിപ്പിക്കാനാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ഇത്തവണ മുഴുവൻ പ്രീ സീസൺ മത്സരവും ഇന്ത്യയിൽ വെച്ചായിരിക്കുമെന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ CEO ആയിട്ടുള്ള അഭിഷേക് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്നുള്ള ക്ലബ്ബുകളുമായിട്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് FC പ്രീ സീസൺ മത്സരങ്ങളൊക്കെ സൗഹൃദ മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുക. മുൻപത്തെ സീസണുകൾ UAE കൂടാതെ തന്നെ തായ്ലൻഡ് എന്നിവിടങ്ങളിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FC പ്രീ സീസൺ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതേതായാലും ഒരു ചേഞ്ച് ആക്കി പിടിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC. ഇപ്രാവശ്യം തീർച്ചയായിട്ടും ഇന്ത്യയിൽ വെച്ച് തന്നെയായിരിക്കും പ്രീ സീസൺ നടക്കുന്നത്. അടുത്തൊരു വാർത്ത എന്നുള്ളത് ആഷിഖ് കുര്യൻ എന്നുള്ള താരത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അടുത്ത സീസൺ മുന്നോടിയായി ട്രാൻസ്ഫർ കൈമാറ്റങ്ങളുമായി ടീമിനെ ശക്തമാക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ എല്ലാ ടീമുകളും. നിലവിൽ മികച്ച ഇന്ത്യൻ താരങ്ങളെ സൈനിങ് കൊണ്ടുവരിക എന്നതാണ് ഓരോ ടീമുകളുടെ നിലവിലെ ശ്രമങ്ങൾ എന്നുള്ളത്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാന്റെ മലയാളി സൂപ്പർ താരമായിട്ടുള്ള ആഷിഖ് കുര്യനെ 2022 3 വർഷത്തെ കരാറിൽ കൊൽക്കത്തൻ ക്ലബ്ബുമായി ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ ക്ലബ്ബുമായിട്ടുള്ള കരാർ അവസാനിച്ചു ഫ്രീ ഏജന്റായി മാറിയ താരം തന്റെ പഴയ ക്ലബ്ബിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. ഇപ്പോൾ 3 വർഷത്തെ മോഹൻ ബഗാൻ കരിയറിന് ശേഷം ബംഗളൂരു FCയിലേക്ക് സൂപ്പർ താരം തിരിച്ചെത്തുകയാണ്. കൊൽക്കത്ത ക്ലബ്ബിനോടൊപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടാണ് ഈ ഒരു മലയാളി താരം വീണ്ടും തന്റെ പഴയ ടീമിലേക്ക് മടങ്ങിയെത്തുന്നത്. അതേസമയം ബംഗളൂരു FCയുമായി ദീർഘകാല കരാറിലായിരിക്കും അദ്ദേഹം ഒപ്പുവെക്കുക എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. മറ്റു ISL ക്ലബ്ബുകളിൽ നിന്നും ഒരുപാട് ഓഫറുകൾ തനിക്ക് വന്നിട്ടുണ്ട് എങ്കിലും ബംഗളൂരു FCയാണ് അദ്ദേഹം ചൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു വാർത്ത എന്നുള്ളത് ISL സൂപ്പർ താരമായിട്ടുള്ള മുഹമ്മദ് ഉവൈസിനെ കുറിച്ചാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് മുന്നോടിയുള്ള ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച സൈനികൾ പൂർത്തിയാക്കി സ്കോഡ് ശക്തമാക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ ടീമുകളും നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. കൂടാതെ തന്നെ ഇതിനെക്കുറിച്ചുള്ള സൈനികളെ കുറിച്ചുള്ള ഒരുപാട് റൂമറുകളും നിലവിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ സീസണിന് മുന്നോടിയായി മലയാളി ലെഫ്റ്റ് ബാക്ക് താരമായിട്ടുള്ള മുഹമ്മദ് ഉവൈസിനെ സൈന്യം പൂർത്തിയാക്കിയിരിക്കുകയാണ് പഞ്ചാബ് FC. ക്ലബ്ബ് തന്നെയാണ് ഈ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ആരാധകരെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. 2 വർഷത്തെ കരാറിലാണ് താരം പഞ്ചാബിൽ എത്തുന്നത്. കഴിഞ്ഞ സീസൺ ജംഷഡ്പൂർ FCക്ക് വേണ്ടിയായിരുന്നു താരം കളിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യ 11-ലെ സ്ഥിര സാന്നിധ്യം കൂടിയായിരുന്നു ഉവൈസ് എന്നുള്ളത്. വേഗതയേറിയ ഓട്ടത്തിലും നീളമേറിയ ത്രോകൾക്കും പേര് കേട്ടൊരു താരം കൂടിയാണ് ഉവൈസ് എന്നുള്ളത്. നിലവിൽ പഞ്ചാബ് FCയുടെ ലെഫ്റ്റ് ബാക്ക് താരമായിട്ടുള്ള അഭിഷേക് സിംഗ് ക്ലബ്ബ് വിടാൻ സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ താരത്തിൽ പകരക്കാരനായിക്കൊണ്ടാവണം പഞ്ചാബ് FC ഇപ്പോൾ ഉവൈസിനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരിക്കുക. ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് തന്നെയാണ്. ഏറ്റവും പുതിയ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FC നിലവിലെ ട്രാൻസ്ഫർ വിൻഡോയിൽ ISL എക്സ്പീരിയൻസ് കൂടുതലുള്ള വിംഗറെ സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഈ ഒരു പൊസിഷനിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് 2 താരങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും 19 സ്റ്റോപ്പേജിൽ ഒരാൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെ താരത്തിന്റെ പേരോ ഏത് ക്ലബിന് വേണ്ടിയാണോ നിലവിൽ താരം കളിക്കുന്നത് എന്നൊന്നും ഈ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല. അതോടൊപ്പം ഈ ഒരു താരങ്ങൾക്കും നിലവിൽ തന്റെ ക്ലബ്ബുമായി 3 വർഷത്തെ കരാർ കൂടി ബാക്കിയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ ഒരു സൂചന മാത്രമാണ് അദ്ദേഹം നമുക്കിപ്പോൾ തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു താരത്തേക്ക് ടീമിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രാൻസ്ഫർ ഫീ നൽകേണ്ടി വരും എന്നുള്ളതാണ്. ഏതായാലും ഈ പ്രാവശ്യത്തെ ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC വളരെയധികം ഗൗരവത്തോടു കൂടി തന്നെയാണ് നോക്കി കാണുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ഒരു ട്രാൻസ്ഫർ നീക്കവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നതും. അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.